അസുരതാണ്ഡവം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം നുസ്രത്ത് ബാനു എഴുതുന്ന മറ്റൊരു മനോഹരമായ കഥയാണ് മംഗല്യം തന്തുനാന്. ഒരു മനോഹരമായ കഥയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. കഥ മംഗല്യം തന്തുനാന്. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിരത്തിവെച്ച കാവടിയിലേക്ക് നോക്കിയൊരു വിഷമത്തോടെ ജോത്സ്യൻ തന്റെ മുമ്പിലിരിക്കുന്നവരിലേക്ക് നോക്കി. എന്താ വല്ല പ്രശ്നവും? ഉണ്ട് തമ്പുരാട്ടി, പ്രശ്നേ കാണുന്നുള്ളൂ. അതങ്ങനെ പെട്ടെന്ന് തീരുമെന്ന് തോന്നണില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവില്ലേ? ഉള്ളത് തുറന്നു പറയാം. കൈലാസത്തിലുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പ്രതിവിധി ഒന്നേ ഉള്ളൂ, അശോകിന്റെ വിവാഹം നടത്തുക. ജീവൻ പോലും നഷ്ടാവുന്ന ദോഷങ്ങൾ ആ കുഞ്ഞില് കാണുന്നതേ. എന്റെ ഭഗവതി, ജോത്സ്യൻ എന്തായി പറയുന്നേ? അശോകിന്റെ വിവാഹം, ഒരു 10 വയസ്സുകാരന്റെ വിവാഹം നടത്തുക എന്നൊക്കെ പറഞ്ഞ നടത്തുക. അത് തന്നെ, ചുരുക്കി പറഞ്ഞ ആ ബാല്യ വിവാഹം. ദോഷങ്ങൾ മാറി അവന്റെ ജീവിതത്തിനും ആയുസിനും വേണ്ടി ഇത് നടന്നേ പറ്റൂ. പുറമെ ആരും അറിയാതെ ഒരു ചടങ്ങ്. അവന്റെ ഭാര്യയായിട്ട് വരുന്ന കുട്ടിയെ ഒരു ദിവസം കൈലാസത്തിൽ താമസിപ്പിക്കുകയും വേണം. ഇതല്ലാതെ വേറൊരു പ്രതിവിധിയും ഇല്ല. ഇതല്ലാതെ നോമ്പ് ഒന്നും കാണില്ല. കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് പറ്റണ പോലെ ചെയ്യാം. അധികം വൈകിപ്പിക്കുന്നതിന്റെ ദോഷേ കൊച്ചുമോന് തന്നെയാണ്. കൈലാസത്തിൽ അരുന്ധതി തമ്പുരാട്ടിയുടെ കാതുകൾക്ക് ജോത്സ്യന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്നതിനപ്പുറമായിരുന്നു തന്റെ കൊച്ചുമോൻ അശോക് ഗുപ്ത. ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന അസുഖങ്ങൾ അവന്റെ അവസ്ഥയുമാണ് കുടുംബ ജോത്സ്യന്റെ അടുത്തേക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാൻ വേണ്ടി വന്നു. എന്നാൽ ഇവിടുന്ന് കേട്ട വാക്കുകൾ തന്റെ മക്കളെ താൻ എങ്ങനെ ഈ വിവരം പറഞ്ഞ് മനസ്സിലാക്കും? ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ചേ പറ്റൂ. മനസ്സിൽ ദൃഢമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കാര്യസ്ഥ മനോഹറിന്റെ കൂടെ തമ്പുരാട്ടി കൈലാസത്തിലേക്ക് തിരിച്ചു. കൊട്ടാര സദൃശ്യമായ മണിമാളികളുടെ കവാടം കടന്ന് കാർ അകത്തേക്ക് കയറി. പരവേശത്തോടെ അരുന്ധതി തമ്പുരാട്ടി ഹാളിലേക്ക് ചെന്നിരുന്നു. അപ്പോഴേക്ക് അവരുടെ മക്കൾ ഓരോരുത്തരായി ഹാളിലേക്ക് ഇറങ്ങി വന്നു. കൈലാസം തറവാട് കൂട്ടുകുടുംബമായി കഴിയുന്ന ആ നാട്ടിലെ പേരുകേട്ട കുടുംബം. വീരവർമ്മ ഗുപ്ത, ഭാര്യ അരുന്ധതി പായ്. ഇവർക്ക് 4 മക്കൾ. രാജവർമ്മ ഗുപ്ത, ഭാര്യ സരസ്വതി മിത്ര. അവർക്ക് 2 മക്കൾ, അശോക് ഗുപ്ത, സരസ് ഗുപ്ത. മാലിനി ഗുപ്ത, ഭർത്താവ് സായ് ശർമ്മ, മക്കൾ സൗഗന്ധിക, നീരവ് ശർമ്മ. രേണുക ഗുപ്ത, ഭർത്താവ് ശ്രീഹരിലാൽ, മക്കൾ ശ്രീവിദ്യ, ശ്രീറാം. നന്ദലാൽ ഗുപ്ത, ഭാര്യ മഹേശ്വരി, മക്കൾ വരുണിക ഗുപ്ത, നന്ദലക്ഷ്മി ഗുപ്ത. സോഫയിലിരുന്ന് നെടുവീർപ്പിടുന്ന അമ്മയെ കണ്ടുകൊണ്ടാണ് രാജവർമ്മ സ്റ്റെയർ ഇറങ്ങി വന്നത്. അമ്മേ, എന്താ, എന്തുപറ്റി? അതിനെ ഞങ്ങൾ അമ്മയോട് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? എന്താ അമ്മേ? മോനെ രാജ, അശോകിനിപ്പോ എങ്ങനെയുണ്ട്? അതോർത്തിട്ടാണോ അമ്മേ? അവന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും ഈ ആഴ്ച കൂടെ കഴിഞ്ഞാൽ തിരിച്ച് യുഎസിലേക്ക് തന്നെ പോകും. അവന്റെ കാര്യങ്ങളെല്ലാം അവിടെ ചെന്നാലേ നടക്കും. ഏതായാലും തിരിച്ചു പോയി 2 ആഴ്ചയല്ലേ ഉള്ളൂ. അത് തേച്ച് നിൽക്കുന്നില്ല. മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അരുന്ധതിയുടെ വാക്കിയിട്ട് എല്ലാവരും അവരെ സംശയത്തോടെ നോക്കി. ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അരുന്ധതി തമ്പുരാട്ടി തന്റെ മക്കളോടായി പറഞ്ഞു. വാട്ട്? അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? മോനെ, അത് അരുന്ധതി പറയാനൊരുങ്ങുമ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി വരുന്ന സരസ്വതി മിത്രയെ കണ്ടത്. പട്ടുസാരിയും കയ്യിൽ സ്വർണ്ണവളയും കഴുത്തിലും കാതിലും വലിപ്പമുള്ള സ്വർണ്ണാഭരണങ്ങൾ അവരുടെ ദേഹത്തുണ്ട്. അവരിൽ മാത്രമല്ല, അവിടെയുള്ള സ്ത്രീകളിലൊക്കെയും. അരുന്ധതി തമ്പുരാട്ടി പറയുന്ന കേട്ടുകൊണ്ടാണ് സരസ്വതി മിത്ര താഴേക്ക് ഇറങ്ങി വന്നത്. അമ്മ, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. മാത്രമല്ല, ഇതിലെല്ലാം വിശ്വസിക്കുന്നത് തന്നെ. വിശ്വസിക്കണം. സരസ്വതിയുടെ ശബ്ദത്തോട് ഉയർന്നിരുന്ന അപ്പോഴേക്കും രാജവർമ്മ തന്റെ ഭാര്യയുടെ വാക്കുകളിൽ പകപ്പോടെ നോക്കി. മിത്ര, നീ ഇത് എന്തറിഞ്ഞിട്ടാ? നമ്മുടെ മോന്റെ പ്രായം 10 വയസ്സേ ഉള്ളൂ. അതിന് അവന്റെ വിവാഹം നമ്മുടെ മോന്റെ ആയുസിന് വേണ്ടി നടത്തുന്ന വെറൊരു ചടങ്ങ് മാത്രം, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അവൻ കൊണ്ടുവരുന്ന ആളോട് കയറി പാർപ്പിക്കാനല്ല. നമുക്ക് വേണ്ടി, നമ്മുടെ മോന്റെ ജീവന് വേണ്ടി മാത്രം. സരസ്വതിയുടെ വാക്കുകളിൽ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി. എന്റെ മിത്ര, നീ എന്തൊക്കെയാ പറയുന്നത്? അശോകിന്റെ വിവാഹം വേണ്ട. എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനിക്കുന്നോ അതിനപ്പുറം ഒന്നും നടക്കില്ല. അമ്മേ, കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞ പോലെ തന്നെ നടത്താം. സരസ്വതിയുടെ വാക്കുകൾക്ക് മുമ്പിൽ രാജവർമ്മയും മറുത്തൊന്നും പറഞ്ഞില്ല. എടാ മനോഹര, തമ്പുരാട്ടിയുടെ ഉള്ളിൽ കാര്യസ്ഥനെ ഓടിച്ചെന്നു അങ്ങോട്ട്. അറിയാലോ കാര്യങ്ങളെല്ലാം. ഒരു വാർത്ത പോലും പുറത്തു പോവരുത്. ആരും അറിയാതെ വേണം കാര്യങ്ങൾ. ആദ്യം ഇതിന് തയ്യാറായിട്ടൊരു പെൺകുട്ടിയെ വേണം. അതേ മനോഹർ, അമ്മ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. എന്ന് കരുതി ഏതെങ്കിലും കുപ്പത്തൊട്ടി കിടക്കുന്നവളെയല്ല. പെൺകുട്ടി എൻ്റെ മോൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തമാശയായിട്ട് പറയാൻ തോന്നരുത്. കാരണം അറിയാലോ, അവൻ ഈ കൈലാസത്തിന്റെ രാജവർമ്മ ഗുപ്തയുടെയും സരസ്വതി മിത്രയുടെയും മകനാണ്. പറഞ്ഞുകൊണ്ട് മിത്ര മുകളിലേക്ക് കയറിപ്പോയി. ഏതായാലും സ്വന്തം മകന്റെ വിവാഹം നടത്തുന്ന ഇത്ര ചെറുപ്രായത്തിലെ ദോഷം മാറാൻ. മാലിന്യം ഇണുകയും പരസ്പരം ഓരോന്ന് പറഞ്ഞ് പിറുപിറുത്തു. മിത്ര തന്റെ ഉറങ്ങിക്കിടക്കുന്ന 2 മക്കളെയും നോക്കി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന തന്റെ മക്കൾ. സരസിനെ പോലെ അല്ല അശോക്. ദേഷ്യവും വാശിയും എല്ലാം കൂടുതലാണ്. എങ്കിലും എന്റെയും രാജേട്ടനെയും വാക്കുകൾ അവൻ അനുസരിക്കാതിരിക്കില്ല. ഒരു ചിരിയോടെ ഓർത്തു മിത്ര. അശോക്, സരസ് ഇരുവരുടെയും തലയിലൂടെ ഒന്ന് തലോടി. ഇരുവരും ഇരട്ടകളാണ്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സരസാണ് അശോകിനേക്കാൾ മുതിർന്നത്.
ഒരു 3 വയസ്സ് തൊട്ട് അശോകിന് അസുഖങ്ങൾ വരാൻ തുടങ്ങിയത്. ശക്തമായ പനിയും ശ്വാസതടസ്സവും. അത് പിന്നീട് കൂടി തുടങ്ങി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവന് പനി വരുന്ന തലയിറങ്ങി വീഴുന്ന പതിവാണ്. നാട്ടിലെത്തിയപ്പോൾ അത് കൂടുതലായി. അങ്ങനെയാണ് അമ്മ ജോത്സ്യനെ കാണാൻ വേണ്ടി പോയത്. പെട്ടെന്ന് മുറിയിലേക്ക് ആരോ കയറി വരുന്ന പോലെ തോന്നിയ സരസ്വതി മിത്ര തിരിഞ്ഞു നോക്കി. ആ അമ്മയോ? മനോഹർ കുറച്ച് കുട്ടികളുടെ ഫോട്ടോ തന്നു. പക്ഷെ അവരൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ട് പണവും സ്വത്തും ഉള്ളവരാ. എനിക്കെന്തോ നമ്മൾ അവരിൽ ഒരാൾ തിരഞ്ഞെടുത്താ ഭാവിയിൽ അശോകിന് അത് ദോഷം ചെയ്യുമെന്നാ. അല്ലെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും വീട്ടിലെ കുട്ടിയാവണം. എന്നാൽ പകരം കുറച്ച് കാശ് കൊടുത്ത് നമുക്ക് അവരെ ഒതുക്കി നിർത്താം. അമ്മ പറയുന്നത് ശരി തന്നെയാണ്. എന്താന്ന് വെച്ചാൽ അമ്മ തീരുമാനിച്ച് ചെയ്യേ. എന്നാ ഞാൻ അവനോട് പറയട്ടെ. പറഞ്ഞുകൊണ്ട് അരുന്ധതി പുറത്തേക്ക് നടന്നു. എടാ മനോഹർ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താൻ കൊണ്ടുപോവാ. ഉണ്ടോയെന്ന് ചോദിച്ചാ തമ്പുരാട്ടി ഒരാളുണ്ട്. പക്ഷെ അവർ തയ്യാറാവുമെന്നാ. ആ കൊച്ചിനൊരു 5-6 വയസ്സേ കാണും. ഇവിടെ നാട്ടിൽ 7 വർഷം പോകുന്ന താമസാക്കിയതാ. പണമില്ലെങ്കിലും വലിയ അഭിമാനികളാ. ദേവദത്തും ഭാര്യ സീതാലക്ഷ്മി പ്രണയിച്ചൊളിച്ചോടി വന്നവരാ. ഈ സീത ഏതോ വലിയ കുടുംബത്തിലെന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ ഒരേ ഒരു മകള്. പേരെനിക്കറിയില്ല. പക്ഷേ മിത്രകുച്ചു പറഞ്ഞ പോലെ അശോക് കുഞ്ഞിന്റെ കൂടെ നിൽക്കാൻ സൗന്ദര്യം കൊണ്ട് അപ്സരസാ. മനോഹർ പറയുന്നതായിട്ട് അരുന്ധതിയുടെ മേളിൽ വിടർന്നു. ഏതായാലും നീ അന്വേഷിക്കുക. ഏത് വിധേനയിലൊന്ന് സമ്മതിപ്പിക്കുക. അവർക്ക് പ്രതിഫലമായിട്ട് ചോദിക്കുന്ന എന്തും നൽകാന്ന് പറ. ശരി അമ്പുരാട്ടി, ഞാൻ പറയാം. പറ്റുന്ന പോലെ ഞാൻ എല്ലാവരും സമ്മതിപ്പിക്കാൻ നോക്കാം. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. പറഞ്ഞുകൊണ്ട് മനോഹർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ അമ്മേ, ഇതൊക്കെ ശരിക്കുള്ളതാണ്. ദോഷം മാറാൻ കുട്ടികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. അതിനുവേണ്ടി നാട് നിങ്ങൾ അപ്സരസിനെ തിരയുന്നു. മാലിനി അരുന്ധതിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. എന്നാ ശരി, ഞങ്ങൾ തിരയുന്നില്ല. പകരം നിന്റെ ഏട്ടന് വേണ്ടി നീ ഒരു സഹായം ചെയ്യുക. നിന്റെ മകള് സൗഗന്ധിക. അവൾക്കും 5 വയസ്സല്ലേ ഉള്ളൂ. നമുക്ക് ഈ ചടങ്ങ് അശോകിന്റെ കൂടെ അവളെ ചെയ്യിപ്പിക്കാം. അമ്മേ, എന്റെ വായിലുള്ളവോട് പുറത്തെടുപ്പിക്കരുത്. ഇന്നോ നാളെ ചത്തുപോകുന്ന രീതിയിൽ അശോകിന് അസുഖങ്ങൾ വരുന്നത്. അവന്റെ ഭാര്യയാക്കണം എൻ്റെ മോളെ. വേണ്ടല്ലോ. എന്നാ പിന്നെ നീ മിണ്ടാ പോയി നീ നിന്റെ ജോലി നോക്ക്. പിന്നെ നീ ഇപ്പൊ എന്നോട് പറഞ്ഞ പോലെ മിത്രയുടെ മുമ്പിൽ നിന്ന് പറയാൻ പോകണ്ട. അവൾ നിന്നെ വലിച്ചു കീറും. മാലിനിയെ നോക്കി പറഞ്ഞുകൊണ്ട് അരുന്ധതി തമ്പുരാട്ടി അകത്തേക്ക് കയറിപ്പോയി. ഇനി ഏത് അപ്സരസിനെയാണോ എഴുന്നള്ളിക്കുന്നത്? പുച്ഛഭാഗത്തോടെ പറഞ്ഞുകൊണ്ട് മാലിനി തന്റെ മുറിയിലേക്ക് നടന്നു. അച്ഛേ, അച്ഛേ, നിധി, നിധി, നിന്നോട് നിൽക്കാനാ പറഞ്ഞേ. അച്ഛേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അച്ഛയെ വിളിച്ചോട് നിധിയുടെ പിറകെ സീത ഒരു കമ്പും പിടിച്ച് ഓടി വരുന്ന കണ്ടു. നിധിയെ ഓടിച്ചെന്ന് എടുത്തുയർത്തി. അച്ഛേ, അച്ഛേ കൊഞ്ചി വിളിക്കുന്ന തന്റെ പ്രാണന്റെ അംശത്തെ വാരിപ്പുണം നെഞ്ചോട് ചേർത്ത് ദേവദത്ത്. അച്ഛേ, അമ്മ അടിക്കുന്നു അച്ഛേ. എന്റെ മോളെ അമ്മയെന്നല്ല, ഈ അച്ഛനുള്ളപ്പോ ആരും തൊടില്ല. അച്ഛേ കെട്ടിപ്പിടിച്ച് ദത്തന്റെ കവിളിൽ അവിടെ കുഞ്ഞി ചുണ്ടുകൾ ചേർത്തു അവൾ. ഈ അച്ഛനാ മോളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നു. എന്റെ ദത്തേട്ടാ, ഇത് എത്രാമത്തെ പ്ലേറ്റും ഗ്ലാസുകൾ പൊട്ടിക്കുന്നതെന്നറിയോ? അറിയാതെ വീണതാ അച്ഛേ. നിധി തന്റെ അച്ഛനെ നോക്കി വിഷമഭാവത്തോടെ പറഞ്ഞു. എന്റെ സീത നീ ഒന്ന് അടങ്ങ്. എന്റെ മോൾക്ക് ഇഷ്ടമുള്ള അവൾ പൊട്ടിച്ചോട്ടെ. വാങ്ങിക്കുന്നത് ഞാനല്ലേ. കൊള്ളാം, ബെസ്റ്റ്. അച്ഛനും മോളും. കലിതൊളിക്കൊണ്ട് സീത അകത്തേക്ക് കയറിപ്പോയി. പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് സീത ചെന്ന് ഡോർ തുറന്ന്. നമസ്കാരം. ഒരു ചിരിയോടെ നമസ്കാരം പറയുന്ന വ്യക്തിയെ സീത ആരുന്ന ഭാവത്തോടെ നോക്കി. ദേവദത്തിനില്ലേ എവിടെ? ഉണ്ട്, എനിക്ക്, ഞാൻ വിളിക്കാം. സീത വേഗം മുറിയിലേക്ക് ചെന്നു. ദത്തേട്ടാ, ദേ അവിടെ ആരോ വന്നിട്ടുണ്ട്. ആരാ? അറിയില്ല, ദത്തേട്ടനെ തിരക്കിയിട്ടാ. ഞാൻ വരാം. മോളോട് കളിക്കുക, അച്ഛനി പോരാ. പറഞ്ഞുകൊണ്ട് നിധിയെ ബെഡിലെത്തി ദത്തിന് ഹാളിലേക്ക് ചെന്നു. നമസ്കാരം. ഇതാരും മനോഹരൻ ചേട്ടനാ? എന്നാ പെട്ടെന്ന് കൈലാസിൽ വല്ല ജോലിയുണ്ടോ? ഏയ് ഇല്ല, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാ. സീത, നീ കുടിക്കാനെന്തെങ്കിലും എടുക്ക്. ഇത് കൈലാസത്തിലെ കാര്യസ്ഥ മനോഹരേട്ടനാ. വിളിച്ച് എല്ലാവരും മനോഹരനാക്കി അല്ലേ? അല്ലേ ഏട്ടാ? ഇപ്പൊ എനിക്കും അത് കേൾക്കുന്ന ഇഷ്ടം. ഞാൻ കുടിക്കാനെടുക്കാം പറഞ്ഞുകൊണ്ട് സീത അടുക്കളയിലേക്ക് പോകാനൊരുങ്ങി. നിക്ക, ഇപ്പൊ ഒന്നും വേണ്ട. രണ്ടുപേരോടും കൂടി ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ വന്ന്. മനോഹർ പറയുന്നതായിട്ട് സീതയും ദത്തിനും സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി. എന്താ ഏട്ടാ, ചേട്ടൻ എന്താളും കാര്യം പറ. ഞാൻ വളച്ചിട്ടില്ല, ആ കാര്യം പറയാം. കൈലാസത്തിലെ രാജവർമ്മ ഗുപ്തയെ അറിയാലോ നിങ്ങൾക്ക്? അറിയാം. അവരങ്ങ് അമേരിക്കയിലല്ലേ? അവരും ഫാമിലി ഇപ്പം നാട്ടിലുണ്ട്. ലീവിന് വന്ന അവരുടെ ഇരട്ട കുട്ടികളെ ഇളയവൻ അശോക്. അവന് ചില പ്രശ്നങ്ങളുണ്ട്. അതിന് ജോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ കിട്ടിയ പ്രശ്നപരിഹാരം എന്നത് ഒരു വിവാഹം നടത്തുക എന്നാ. അയ്യോ, ആ കുട്ടികളുടെ പ്രായം നായിക്കാണല്ലോ. ഇല്ല തത്ത, 10 വയസ്സേ ഉള്ളൂ. ആരും അറിയാതെ ഒരു ബാല്യ വിവാഹം അവരത് നടത്താൻ തീരുമാനിച്ചിരിക്കുക. അതിനൊരു പെൺകുട്ടിയെ വേണം. അവർക്കൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ മതി. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് പകരം അവർ ചോദിക്കുന്ന എന്തും തരും. പക്ഷെ അവരുടെ മകൻ്റെ കൂടെ നിൽക്കാൻ സൗന്ദര്യം കൊണ്ടെല്ലാം മുന്നിലായിരിക്കണം കുട്ടി. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ 2-3 പ്രാവശ്യം പുറത്തു വെച്ച് കണ്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ മോളാ. നിർത്ത്, ചേട്ടനെന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? ദത്തൻ അയാൾക്ക് നേരെ ശബ്ദം കനപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ മോളെ അശോകിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ. നിർത്തണോ?
അയാൾ പറഞ്ഞു തരും മുമ്പേ ദത്തൻ അയാൾക്ക് നേരെ ചാടി എണീറ്റു. ചേട്ടാ എന്ന് വിളിച്ച നാവുകൊണ്ട് താൻ എന്നെ മറ്റൊന്നും വിളിപ്പിക്കരുത്. എന്റെ മോളുടെ പ്രായത്തിലാണെന്നറിയോ തനിക്ക്? വെറും 5 വയസ്സാ. നിങ്ങൾ പണക്കാരുടെ മക്കൾക്ക് പ്രശ്നം പോലെ ഉണ്ടെങ്കിൽ അത് തടുക്കാനുള്ളതല്ല ഞങ്ങൾ പാവങ്ങൾ. എന്റെ ദത്താ, നീ ഒന്ന് അടങ്ങ്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ നീ ഒരു കാര്യം ഓർക്കുന്നല്ല, നീ ഈ കൂലിപ്പണി ചെയ്ത് കിട്ടുന്നതുകൊണ്ട് എന്ന് നിങ്ങൾക്കൊരു സമ്പാദ്യം ഉണ്ടാവാനാ? ഒന്നും വേണ്ട. എത്ര വർഷം ഈ വാടക വീട്ടിൽ താമസിക്കുന്നു. സ്വന്തമായിട്ടൊരു വീട് നിന്റെ ഭാര്യയ്ക്കും മകൾക്കും മനസ്സമാനത്തോടെ കിടന്നുറങ്ങാൻ വേണ്ടേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്ക് ആരെയും പേടിക്കാതെ അന്തിയുറങ്ങാനൊരിടം അതെങ്കിലും നൽകാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. എന്നെ വിശ്വസിച്ച് ഇറങ്ങിയെന്നാളാ അവള്. ഇവള് കഴിഞ്ഞിരുന്ന സൗഭാഗ്യം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവളെ എൻ്റെ മോളെ ഒരു ദിവസം പോലും പട്ടിണി കിടത്തിയിട്ടില്ല ഞാൻ. നിങ്ങൾ ഈ പറയുന്ന എല്ലാ സൗകര്യവും എന്തിന്? സ്വർണ്ണക്കൊട്ടാരം പണിതരാന്ന് പറഞ്ഞാലും ഈ കാര്യം നടക്കില്ല. മുട്ടിലെഴിഞ്ഞ് ജോലി ചെയ്യേണ്ടി വന്നാലും അഭിമാനം നഷ്ടപ്പെടുത്താനും എൻ്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കാനും തയ്യാറല്ല ഞാൻ. ശരി, ഇല്ലേ വേണ്ട. വേറെ പെൺകുട്ടികളെ കിട്ടായിട്ടല്ല. അവര് പറഞ്ഞ പോലെ അശോകിന്റെ കൂടെ നിൽക്കാൻ മാത്രമുള്ള കുട്ടിയായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ മോളെയാ. വേണ്ടെങ്കിൽ വേണ്ട. ഞാനിവിടെ വന്നിങ്ങനൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. ഈ കാര്യം പുറത്തൊരാൾ അറിയാൻ പാടില്ല എന്ന്. ഇല്ല ഏട്ടാ, ഞങ്ങൾ ഈ കാര്യം ആരോടും പറയില്ല. എന്നാ ഞാൻ ഇറങ്ങാം. വേണേ ഒന്നുകൂടെ ചിന്തിക്കാം. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടാമത് ചിന്തിക്കാനൊന്നുമില്ല ഏട്ടാ. അവസാനം മറുപടി പറഞ്ഞ സീതയായിരുന്നു. എന്നാ ശരി. ഇരുവരെയും നോക്കിക്കൊണ്ട് മനോഹർ പുറത്തേക്ക് നടന്നു. സീത എന്തോർത്ത് വേഗം നിധിയുടെ അടുത്തേക്ക് ഓടി. നിലത്ത് വെള്ളം കാണാതെ സീത അതിൽ ചവിട്ടി നിലത്തേക്ക് തലയിടിച്ച് വീണു. ആ! സീതയുടെ ശബ്ദം കേട്ട് ഹാളിൽ നിന്ന് അകത്തിലേക്ക് എത്തിയ ദത്തൻ നിലത്ത് ചോരയിൽ വാർന്നു കിടക്കുന്ന സീതയെ കണ്ട് അമ്പരന്നു. സീതേ! ദത്തൻ ഓടിച്ചെന്ന് അവൾ തന്റെ മടിയിലേക്ക് കിടത്തി. സീതേ, സീതേ! അവൾ ആഞ്ഞു ശ്വാസം എടുക്കുന്നുണ്ട്. ദത്തിന്റെ ഉള്ളു പിടഞ്ഞു. അവളുടെ ബോധം അറിഞ്ഞു. സീതയെന്ന് ദത്തൻ ഉറക്കെ അലറി വിളിച്ചു. തിരിച്ച് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മനോഹർ ദത്തിന്റെ അലർച്ച കേൾക്കുന്നത്. എന്തോ പന്തികേട് തോന്നിയ മനോഹർ തിരിച്ച് അങ്ങോട്ട് തന്നെ ഓടിച്ചെന്നു. ദത്തിന്റെ മടിയിൽ രക്തം വാർന്നൊലിക്കുന്ന സീതയും അമ്മയെന്ന് വിളിച്ചു കയറിയുന്ന നിധിയെയും കണ്ട അയാൾ ഒരു നിമിഷം അമ്പരന്നു. ശേഷം വേഗം അടുത്തേക്ക് ഓടിച്ചെന്നു. അയ്യോ, എന്താ പറ്റിയേ? ദത്ത, വേഗം എടുക്ക്, ഹോസ്പിറ്റൽ കൊണ്ടുപോവാം. ദത്തൻ അപ്പോഴാണൊന്ന് സ്വഭാവത്തിലേക്ക് വന്നു. വേഗം സീതയെ കോരിയെടുത്ത് പുറത്തേക്ക് ഓടി അയാളുടെ വാഹനത്തിലേക്ക് കയറ്റി. നിധിയെയും കാറിൽ കയറ്റി വേഗം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോയി അവരുടെ വാഹനം. ICU മുമ്പിൽ നിധിയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ ദത്തിന്റെ മിഴികൾ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം മനോഹറിനും വല്ലാത്ത വിഷമം തോന്നി. അത്രയും ശൗര്യത്തോടുള്ളവരാണ് ഇത്രയും കാരണമെങ്കിൽ അവളെ അത്രമേൽ അവൻ സ്നേഹിക്കുന്നുകൊണ്ടാണ്. അതോർത്തു അയാൾ. ICUയിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വന്നു ദത്തൻ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, എന്നെ സീത. മിസ്റ്റർ ദത്തൻ, പേഷ്യന്റിന് കുറച്ച് സീരിയസ് ആണ്. ചെറിയ ഹെഡ് ഇഞ്ചറി ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം. ഡോക്ടർ, എന്ത് വേണേലും ചെയ്യാം. എനിക്ക് എൻ്റെ സീതയെ തിരിച്ചു വേണം. കരഞ്ഞുകൊണ്ട് ഡോക്ടർ മുമ്പിൽ കൈകൂപ്പി ദത്തൻ. കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യാറുണ്ട്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുന്നോട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു നേഴ്സ് വന്ന് ദത്തനെ കൊണ്ട് പേപ്പേഴ്സ് സൈൻ ചെയ്യിപ്പിച്ചു. കൂടെ അഡ്വാൻസ് ആയിട്ട് അടക്കാനുള്ള ബില്ല് കയ്യിൽ കൊടുത്തു. ഓപ്പറേഷൻ 2 ലക്ഷം രൂപയാണ്. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് 50,000 അടക്കണം. എന്നിട്ട് ബില്ല് ഇവിടെ എത്തിക്കണം. അതും പറഞ്ഞാൽ നേഴ്സ് പോകുന്ന വല്ലാത്തൊരു നിർവികാരതയോടെ നോക്കി ദത്തൻ. തൻ്റെ തോളൊരു കരസ്പർശം അറിഞ്ഞ ദത്തൻ തിരിഞ്ഞു നോക്കി. എന്താ, കയ്യിൽ കാശില്ലല്ലേ? നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അഭിമാനം കൊണ്ടും കണ്ണീര് കൊണ്ടും പണം കിട്ടില്ല. ഇപ്പോൾ ഈ കാശ് അടച്ചാൽ അവിടെ ഓപ്പറേഷൻ നടക്കും. എല്ലാം ഭംഗിയായിട്ട് നടക്കും. നിനക്ക് നിന്റെ സീതയെ തിരിച്ചു കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കും. മനോഹരന്റെ വാക്കുകൾ കേൾക്ക് ചേരിൽ നിന്ന് അമ്മയെന്ന് വിളിച്ചു കയറിയുന്ന നെറ്റിയിലേക്ക് ദത്തന്റെ മിഴികൾ നീണ്ടു. ചേട്ടാ, ഈ അവസ്ഥയിൽ തന്നെ എന്നോടിങ്ങനെ നിന്നോർത്തിട്ട് എനിക്ക് സങ്കടം ഇല്ലായിട്ടല്ല ദത്ത. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നിടത്തുനിന്ന് നിന്നെ ജീവനിട്ട് സ്നേഹിച്ച് വന്നവളല്ലേ അവള്. ഒരു രാത്രി സ്വന്തം എന്ന അവകാശത്തിൽ ചാഞ്ഞുറങ്ങാൻ ഒരിടം കിട്ടിയിട്ടുണ്ടോ? ഇപ്പം ഈ അവസ്ഥയിൽ ഇത്രയും പണം നീ ആരുടെ മുമ്പിൽ ചെന്ന് ഉണ്ടാക്കും? എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ സഹായിക്കും. പക്ഷെ അവിടുന്ന് കിട്ടുന്ന മാസത്തുക കൊണ്ട് 3 മക്കളെയും കുടുംബം പോറ്റുന്നവനാ ഞാൻ. എൻ്റെ കയ്യിൽ എങ്ങനെയാ മോനെ? പിന്നെ മറ്റാരുടെങ്കിലും ചോദിക്കണമെങ്കിൽ ഇത്രയും കാശ് പകരമായിട്ട് വസ്തു വല്ലതും പണയം വെക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിൻ്റെ കയ്യിൽ? അതുമില്ല. ഇതാവുമ്പോൾ എല്ലാ പ്രശ്നവും അവിടെ തീരും. ഒരു 2 ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ. ആരും അറിയാതെ ഒരു ചടങ്ങ്. അന്നൊരു ദിവസം അവിടുത്തെ പൂജകൾ കഴിയുന്നവരെ നിങ്ങളുടെ മോൾ അവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവളെ തിരികെ കൊണ്ടുവരാം. അവരും തിരിച്ച് അശോകിനെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകും. പിന്നെ അവർ തമ്മിലൊന്നും കാണുക പോലുമില്ല. തീരുമാനം ഇപ്പം തന്നെ എടുക്കുക. അകത്ത് ജീവന് വേണ്ടി മല്ലിടം നിന്റെ പെണ്ണിനെയും നീ ഓർക്കണം. ദത്തിനൊരു നിമിഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചാരി നിന്നു. ശേഷം മനോഹരനെ നോക്കി. സമ്മതം. പറഞ്ഞേക്ക് മനോഹരേട്ടാ, എനിക്ക് സമ്മതം. അത്രമാത്രം പറഞ്ഞ് നിധിയുടെ അടുത്തേക്ക് ചെന്ന് ആളെ വാരിപ്പുണ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു ദത്തൻ. ആ കാഴ്ച മനോഹരന്റെ മനസ്സിലും വല്ലാത്ത നോവ് പടർത്തിയെങ്കിലും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഫോണെടുത്ത് ആരെയോ വിളിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ മനോഹർ എത്തിച്ച കാശടച്ച് സീതയുടെ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ തന്റെ മകളെയും ചേർത്ത് പിടിച്ച് വല്ലാത്തൊരവസ്ഥയോടെ ഇരുന്നു ദേവദത്തൻ. പെട്ടെന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയതും ദത്തൻ ഇരിപ്പിടത്തിൽ നിന്ന് വേഗം എണീറ്റു. ഡോക്ടർ, ഓപ്പറേഷൻ സക്സസ് ആണ്. ഇപ്പോൾ ICUയിലേക്ക് ആക്കിയിട്ടുണ്ട്.
ഇനി ഒരു 48 മണിക്കൂർ കഴിയും. നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാം. ആദ്യം സീത കണ്ണുറക്കട്ടെ. ദത്തന്റെ പുറത്തൊരു പുഞ്ചിരിയോട് തട്ടിക്കൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി. ദത്തൻ നിധിയെയും എടുത്ത് ക്യാൻറ്റീനിലേക്ക് പോയി. അവൾക്ക് കഴിക്കാൻ വാങ്ങിക്കൊടുത്തു. ആദ്യം വേണ്ടെന്ന് വാശി കാണിച്ചെങ്കിലും അമ്മ ഉണരുമ്പോൾ മോൾ ക്ഷീണിച്ചെന്ന് കണ്ടാൽ സങ്കടാവെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ കഴിക്കാൻ കൂട്ടാക്കിയത്. ഈ സമയം മനോഹർ അങ്ങോട്ട് വന്നു. ആ ദത്ത, കൈലാസത്തിന് അരുന്ധതി തമ്പുരാട്ടി വിളിച്ചിരുന്നു. നാളെ തന്നെ അങ്ങോട്ട് വരാനാ പറഞ്ഞേക്കുന്നത്. അവിടെ കൈലാസത്തിൽ വെച്ച് അവരുടെ പൂജാമുറിയിൽ വെച്ച് ആ ചടങ്ങ് നടത്താനാ തീരുമാനം. ചേട്ടാ, അത് ഇത്ര പെട്ടെന്ന് സീത ഒന്ന് കണ്ണുറന്നിട്ട് അതുവരെ കാത്തിരിക്കാൻ അവർക്ക് പറ്റില്ലേ ദത്ത. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ തൽക്കാലം നീ മോളെയും കൂട്ടി അങ്ങോട്ട് പോവാ. മറ്റന്നാൾ നിനക്ക് മോളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാം. അപ്പോഴേക്കും സീതയൊന്ന് നോർമലായി തുടങ്ങും. നാളെ നീ മോളെയും കൊണ്ട് കൈലാസത്തിലെത്തുന്ന നിമിഷം നിന്റെ അക്കൗണ്ടിലേക്ക് ബാക്കി പണം കൂടെ വരും. മാത്രമല്ല, നാളെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാടക പോലും കൊടുക്കാതെ സ്വന്തമായിട്ടൊരു വീട് അതിൻ്റെ പ്രമാണം കയ്യിൽ വെച്ച് തരും. വലിയ കൊട്ടാരമൊന്നും അല്ലെങ്കിലും നീ ഇപ്പോൾ താമസിക്കുന്ന വാടക വീടിനേക്കാൾ നമ്മുടെ നാട്ടിലെ ചെറുകിട പ്രമാണിമാരുടെ വീട് പോലെ ഉണ്ടാവും. എല്ലാം ദൈവം കാണിച്ചെന്നാണെന്ന് കരുതിയാൽ മതി. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു, എന്താ മോളുടെ പേര്? അവർ ചോദിച്ചപ്പോഴും എനിക്ക് പറയാൻ പറ്റിയില്ല. ദത്തൻ തന്റെ മകളെ നോക്കി ശേഷം മനോഹരനെ നോക്കി പറഞ്ഞു, നിധി. കൊള്ളാം. താൻ നൽകിയ പേര് പോലെ തന്നെ ഇവള് നിങ്ങളുടെ നിധി തന്നെയാണോ? കണ്ടില്ലേ, സൗഭാഗ്യം വന്ന് ചേർന്ന്. തൻ്റെ ആയുസ് മുഴുവൻ താൻ കഷ്ടപ്പെട്ടാലും ഇതെല്ലാം നേടാൻ കഴിയുമോ എനിക്ക്? ഇതെല്ലാം ഇപ്പോൾ ഇവളുള്ളതുകൊണ്ട് കിട്ടിയില്ലേ? നിധി തന്നെയാ നിങ്ങളുടെ നിധി. മനോഹർ എത്രയൊക്കെ വർണ്ണിച്ചിട്ടും ദത്തിനൊന്നും സന്തോഷിക്കാൻ പോലും കഴിഞ്ഞില്ല. ആഗ്രഹിച്ചിട്ടുണ്ട് തൻ്റെ പെണ്ണിനും മക്കൾക്കും എല്ലാം ഒരുക്കി വെക്കാൻ. പക്ഷേ അതിന് താൻ ചെയ്യുന്ന ഈ കൂലിപ്പണി കൊണ്ട് എടുത്തു വെക്കാൻ കഴിയുന്നല്ല. ഇപ്പം എല്ലാം കൺമുമ്പിൽ. പക്ഷെ തനിക്കതിൽ ആനന്ദിക്കാൻ കഴിയില്ല. കാരണം താൻ ബലി കൊടുക്കുന്നത് നിധി പോലെ കൊണ്ടു നടക്കുന്നത് തൻ്റെ മകളെയാണ്. അയാളുടെ മനസ്സ് നൂലുപൊട്ടിയ പട്ടം പോലെ സഞ്ചരിച്ചു. രാവിലെ നിധിയെയും മടിയിൽ വെച്ച് ഐസിയു മുമ്പിൽ നിൽക്കുകയാണ് ദത്തൻ. ഈ സമയമാണ് മനോഹരൻ തൻ്റെ സുഹൃത്തിനെ സഹായത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ നിർത്താൻ കൊണ്ടുവന്നത്. ദത്ത, നമുക്കിറങ്ങാം. സീതയ്ക്ക് ഇപ്പോഴും ബോധം വന്നില്ലല്ലോ. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലേ ഇവൻ സഹായത്തിന് നിന്നെ വിളിച്ച് അറിയിക്കും. ഇവിടെ വന്ന് നിൽക്കട്ടെ. നീ മോളെയും കൊണ്ട് എൻ്റെ കൂടെ വാ. ചേട്ടാ, എൻ്റെ മനസ്സിപ്പോഴും അറിയാൻ ദത്ത. പക്ഷേ ഇപ്പം തൻ്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. താൻ വിഷമിക്കാതെ വാ. ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരുവിധം പറഞ്ഞു നിർബന്ധിച്ച് മനോഹരൻ ദത്തിനെയും നിധിയെയും തൻ്റെ കൂടെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. കൈലാസത്തിന്റെ കവാടം കടന്ന് ഉള്ളിലേക്ക് എത്തിയതും നിധി താൻ ഏതോ ലോകത്ത് എത്തിപ്പെട്ട പോലെ ചുറ്റും നോയിക്കൊണ്ട് അവളുടെ അച്ഛനെ ഇറുകെ പിടിച്ച്, അച്ഛാ, ഇതാണോ അച്ഛൻ പറയാറുള്ള സ്വർഗം? കൊഞ്ചിക്കൊണ്ട് ചോദിച്ചവൾ. മോളെ നിധി, ഇതൊരു ചെറിയ സ്വർഗം തന്നെയാ. ഭൂമിയിലെ മനുഷ്യൻ കെട്ടിപ്പൊക്കിയ സ്വർഗം. മനോഹർ നിധിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനോടെ ചോദിച്ചേ. ചുണ്ടുകുറിപ്പിച്ച് മനോഹരനെ നോക്കി പറഞ്ഞു നിധി. ആഹാ, നീ നല്ല കുറുമ്പിയാണല്ലോ ഓടി. ദത്ത, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ തമ്പുരാട്ടി വിളിച്ചുകൊണ്ടുവരാം. മനോഹർ അവർ ഗാർഡനിൽ ഒരുക്കിയ സീറ്റിലെത്തി അകത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് അയാൾ തിരികെ വന്നു. കൂടെ പ്രൗഢിയോടെ വരുന്ന 2 സ്ത്രീകളെ കണ്ട് ദത്തിന് ഇരിപ്പിടത്തിൽ നിന്ന് കൈകൂപ്പി എണീറ്റു. ഇരിക്കും. പേരെന്താ പറഞ്ഞേ? ദത്തൻ എന്നല്ലേ? അതെ. കാര്യങ്ങളെല്ലാം മനോഹരം പറഞ്ഞല്ലോ അല്ലേ? ഇതാണ് സരസ്വതി മിത്ര, എൻ്റെ മൂത്ത മരുമകൾ. ഇവരുടെ മകൻ അശോക്. ദത്തൻ അവരെ നോക്കി. മിത്രയുടെ മുഖത്ത് അപ്പോഴും ഒരു സ്ഥായി ഭാവം മാത്രം. മിത്ര ദത്തിനെ നോക്കിയ ശേഷം നിധിയിലേക്ക് നോട്ടമിട്ടു. അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴേ മിത്രയുടെ ചുടിയിലൊരു പുഞ്ചിരി വീണു. അപ്പൊ ദത്തിന് ഇനിയൊന്നും പറഞ്ഞു തരണ്ടല്ലോ. ചടങ്ങ് കഴിഞ്ഞ് ദത്തിന് പോവാം. ഇവിടുത്തെ പൂജകൾ കഴിഞ്ഞ് നാളെ വൈകിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുപോവാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്ന കാര്യം പുറത്തൊരാൾ പോലും അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞാൽ ദോഷം ചെയ്യുന്ന നിങ്ങളുടെ മകൾക്ക് തന്നെയാ. ആ ഓർമ്മ വേണം. കുറച്ച് ഗൗരവത്തോടെ ദത്തിനെ നോക്കി തർപ്പിച്ചു പറഞ്ഞു മിത്ര. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.